ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി. അപ്പോൾ നമ്മുടെ ജിഷയുടെ അമ്മ വന്നിട്ടുണ്ട്. ജിഷയുടെ അമ്മ കുറേ കാര്യങ്ങൾ പറയുന്നു. ജിഷയുടെ അമ്മയുടെ കണ്ണുനീരിൻ്റെ ഫലമാണത്രേ ആളൂരാൻ വക്കീലിൻ്റെ അകാലമായിട്ടുള്ള വിയോഗത്തിന് കാരണം. അതുമാത്രമല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ദുഷ്ടനെ ഒരിക്കലും ഒരു കാരണവശാലും പെട്ടികൂട്ടി അടക്കരുത്. അയാളെ കത്തിച്ച് കളഞ്ഞേക്കണം. അയാളുടെ ചാമ്പൽ പോലും വെച്ചിരിക്കരുത്. കാറ്റിൽ പറത്തി കളഞ്ഞേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ദുഷ്ടൻ്റെ ചാമ്പൽ പോലും നമുക്ക് അത്രത്തോളം അണുക്കളാണ് അയാൾക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. അണുക്കൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, മീൻസ് അത്രത്തോളം ദുഷിച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രാജേശ്വരി അമ്മ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ള ഒരു ലെന്ത് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വന്നിരുന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുമ്പോൾ എല്ലാ കമൻറ്റിനും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നീട് ഞാൻ ഈ വീഡിയോയിൽ, ഷോർട്ട് വീഡിയോയിലായാലും ലെന്ത് വീഡിയോയിലായാലും ഞാൻ ഓരോ പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെച്ചേക്കും. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക. പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ, പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മെയിൻ വീഡിയോയിലേക്ക് എത്താൻ സാധിക്കും. അതായത് ലെങ്ത് വീഡിയോ കാണാൻ സാധിക്കും. അതിൽ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ രാജേശ്വരിയും അതുപോലെ തന്നെ രാജേശ്വരി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളൂർ വക്കീലിനെ പറ്റിയിട്ടും ജിഷയുടെ മരണ കാര്യങ്ങളൊക്കെ കുറേയേറെ പറയുന്നുണ്ട്. അവർ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി മുസ്ലിം പള്ളിയിൽ പോയി, എന്നിട്ടും അവിടെ നിന്നും ആരും ഒന്നും കൊടുക്കാഞ്ഞ കഥയും ഒക്കെ അവരതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് വീഡിയോയുടെ താഴെ കാണുന്ന ലെങ്ത് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. എന്ന് നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി.